അങ്ങനെ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഷോർട്ട് ബ്ലോഗ്സ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. എവിടെയായിരുന്നു ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഫ്രണ്ട്സ് ആയിട്ട് ഒരു സ്റ്റേക്കേഷന് പോയി, ട്രിപ്പ് പോയതിന്റെ ബാക്കി പത്രമായിട്ട് രണ്ടുപേർക്കും നല്ല ഹൈ ലെവൽ ഫീവർ, ഇൻഫെക്ഷൻ, ബ്ലഡ് ടെസ്റ്റ്, കാനുലേഷൻ, ഇഞ്ചക്ഷൻ, ആന്റിബയോട്ടിക്സ്, ഡ്രിപ്പ് ഇടല്, അങ്ങനെ ഒരു വേളായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വ്ളോഗിന്റെ അവസാനം ഞാൻ പറഞ്ഞിരുന്നല്ലോ റൂട്ടീനിൽ ഒരു ചെറിയ ചേഞ്ച് വരാൻ പോകും. ഇതായിരുന്നു കേട്ടോ എനിക്ക് പുതിയ ഹോസ്പിറ്റലിൽ വർക്കിന് ജോയിൻ ചെയ്യുന്ന ഡേറ്റും ഇതിന്റെ ഇടയിൽ കൂടെ ആയിരുന്നു. ഏതായാലും ഡേയ്സ് 51 and 52 കമ്പൈൻ വ്ളോഗിലേക്ക് കടക്കാം. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പാക്കിങ്ങും ലഞ്ചും ഒക്കെ കഴിഞ്ഞ് വീട്ടിലുള്ളവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങള് കക്കാടംപൊയിലേക്ക് ഫ്രണ്ട്സ് ആയിട്ട് സ്റ്റേക്കേഷന് പോവാണ്. അപ്പൊ നോടെ ഇൻട്രോ ഒക്കെ കേട്ടല്ലോ. ഞങ്ങൾ നിലമ്പൂർ വഴിയാട്ടോ പോകുന്ന വഴി ഒരു കോഫിയും പഴംപൊരിയൊക്കെ കഴിച്ചു. ഫ്രീ അഡ്വൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കക്കാടംപൊയിലേക്ക് അരീക്കോട് വഴി പോകാൻ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂട്ടേ ചൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഈ റൂട്ട് മഹാമോശം. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഫംകാസ എന്നാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ പേര്. ഇവിടെ ടോട്ടലി 3 bedrooms ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 ഫാമിലീസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്റ്റേന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഉടനെ ഇടുന്നതായിരിക്കും. ഈവനിങ് ആയപ്പോഴത്തേക്കും എല്ലാവരും എത്തിക്കഴിഞ്ഞതിന് ശേഷം നേരെ പൂളിലേക്ക്. 4 കൊല്ലങ്ങൾക്ക് മുന്നെയാണ് ഞങ്ങൾ ഇതുപോലൊരു ട്രിപ്പ് ലാസ്റ്റ് പോയത്. അന്നത്തേന്ന് ഒരുപാട് ചേഞ്ചസ് ഇപ്പൊ ഞങ്ങളുടെ 3 ഫാമിലീസിലും ഉണ്ടായിട്ടുണ്ട്. ബട്ട് മാഷാല്ലാ വൺ തിങ് ഹാസ് നോട്ട് ചേഞ്ച്ഡ്. അത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ പൂളിന്നൊക്കെ ഇറങ്ങി ഡിന്നർ കഴിക്കാനായി. രാത്രിത്തെ ഫുഡ് നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ഇവർ വരുത്തിക്കാണ് ചെയ്യാറ്. ഡിന്നറൊക്കെ കഴിഞ്ഞ് മക്കളെ TV കാണാൻ വിട്ടിട്ട് 3 റൂംസിന്റെയും കോമൺ ഏരിയയിലിരുന്ന് കത്തിയടി, റീൽസ് എടുക്കലും, പാട്ട് പാടല്, ക്യാരംസ് കളിക്കലും, അങ്ങനെ കുറെ ടൈം സ്പെൻഡ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പുലർച്ചെ 3 മണിയായി. ഏതായാലും രാവിലെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വെള്ളയപ്പം, നൂൽപുട്ട്, മുട്ടക്കറി, ഗ്രീൻ പീസ് കറി, ഇതാണ് അവര് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ക്വിസ് കളിച്ചു. അതായത് കുറച്ചു നേരം ഫോട്ടോ സെഷൻ ഒക്കെ ആയിരുന്നു. പോകുന്ന വഴി കീഴ്ശ്ശേരിയിലുള്ള ഫ്രൈഡ് ലാൻഡിൽ കയറിയിട്ട് അവിടുത്തെ സ്പെഷ്യൽ മധുഹൂത്ത് ട്രൈ ചെയ്യണം എന്നതാ ഇദ്ദേഹത്തിന്റെ ഭയങ്കര ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ നടത്താമെന്ന് വിചാരിച്ചു. അറിയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കയറിയത് മുതലായി. ഈ റൂട്ടിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് അവരുടെ മധുഹൂത്ത് ട്രൈ നോക്കണം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം പാർക്കിംഗ് ഏരിയയിലിരുന്ന് കത്തിയടിയും ട്രിപ്പിന്റെ അവലോകനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിക്കും. ഇനിയൊരു ട്രിപ്പ് ഈ സെയിം ഗ്യാങ് ആയിട്ട് പോകണമെങ്കിൽ ഒരു 5 years കൂടി കഴിയണം. ട്രിപ്പ് തീർത്തതിന്റെ വിഷമം തീർക്കാനായിട്ട് ഞങ്ങൾ രാത്രി ദുരന്തർ 2 കാണാൻ പോയിട്ടോ. ഇങ്ങനൊരു രക്ഷയില്ല കേട്ടോ. എന്താ സ്ക്രീൻ പ്രസൻസ്, കിടുക്കാച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു മൂവി. അപ്പൊ അത്രേ ഉള്ളൂ. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.